ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ എത്ര പേര് ഇത് കാണുമെന്നും എത്ര പേരിലേക്ക് ഇത് എത്തുമെന്നും എനിക്കറിയില്ല. പക്ഷേ പാരാമെഡിക്കൽ പഠനരംഗത്തെ ഈ വമ്പൻ ചതിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. കേരളത്തിലെ പ്രമുഖ കോളേജുകളിൽ BSc, MLT, MIT തുടങ്ങിയ കോഴ്സുകൾക്ക് ചേരുന്ന വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്ന ഒരു വലിയ ചതിയുണ്ട്. റെഗുലറായി പഠിച്ചിട്ടും ഡിസ്റ്റൻസ് സർട്ടിഫിക്കറ്റ് നൽകി വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന കോളേജുകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. 4 വർഷത്തെ കഠിനാധ്വാനവും ലക്ഷക്കണക്കിന് രൂപയുടെ ഫീസും മാതാപിതാക്കളുടെ ആയുഷ്കാല സമ്പാദ്യവും ഒക്കെ കൊടുത്ത് കയ്യിലൊരു സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് ചെല്ലുമ്പോൾ ഇതൊരു വെറും പേപ്പറാണെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ തള്ളിക്കളയുകയും പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ, അത് പരിതാപകരമായ അവസ്ഥയാണ്. കേരളത്തിലെ 100 കണക്കിന് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്ന് നേരിടുന്ന കൈപ്പേറിയ യാഥാർത്ഥ്യമാണത്. നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ദിവസവും കോളേജിൽ പോകുന്നുണ്ട്, തിയറി ക്ലാസ്സുകളും പ്രാക്ടിക്കലുകളും കൃത്യമായി ചെയ്യുന്നുണ്ട്, 1 വർഷത്തെ നിർബന്ധിത ഇന്റേൺഷിപ്പും പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ക്ലിനിക്കൽ ട്രെയിനിങ് ആവശ്യമുള്ള ഒരു കോഴ്സ് ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി നൽകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഈ ഒരൊറ്റ വാക്ക് കാരണം കുവൈറ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 100 കണക്കിന് മലയാളികളാണ് ഇന്ന് പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത്. അവർ ഓൺലൈനിൽ പഠിച്ചവരല്ല, മറിച്ച് ആശുപത്രിയിൽ നേരിട്ട് പണിയെടുത്ത് പഠിച്ചവരാണ്. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെയും കോളേജിന്റെയും ലാഭക്കൊതി അവരെ ഇന്ന് വഴിയാധാരമാക്കിയിരിക്കുകയാണ്. +2 കഴിഞ്ഞ് പാരാമെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നവരും അവരുടെ രക്ഷിതാക്കളും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. നിങ്ങൾ ചേരുന്ന കോഴ്സിന് സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിലിന്റെയും UGCയുടെയും റെഗുലർ അംഗീകാരം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, ഉടൻ അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ കോളേജ് അധികൃതരുടെ സമ്മർദ്ദത്തിന് നിങ്ങൾ വഴങ്ങരുത്. അത് അവരുടെ ക്യാൻവാസിംഗിന്റെ ഭാഗം മാത്രമാണ്. ഇത് നിങ്ങളെ ചിന്തിക്കാൻ പോലും അനുവദിക്കാതെ വലയിലാക്കാനുള്ള തന്ത്രമാണ്. 3ാമത്തെ കാര്യം, പഠിക്കുന്നത് റെഗുലർ മോഡലിലാണെന്നും സർട്ടിഫിക്കറ്റിൽ അത് വ്യക്തമായി ഉണ്ടാകുമെന്നും രേഖാമൂലം ഉറപ്പ് വാങ്ങണം. മെഡിക്കൽ മേഖലയിൽ ഡിസ്റ്റൻസ് ബിരുദങ്ങൾക്ക് വിദേശത്തോ സർക്കാർ മേഖലയിലോ യാതൊരു വിലയുമില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവയ്ക്ക് കേരളത്തിൽ പഠന കേന്ദ്രങ്ങൾ നടത്താൻ അനുമതി ഉണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കണം. ഒരു കോളേജിൽ ചേരുന്നതിന് മുമ്പ് ആ കോഴ്സിന് കൃത്യമായ റെഗുലർ അംഗീകാരം ഉണ്ടോ എന്ന് അറിയാൻ യൂണിവേഴ്സിറ്റിയിലേക്കോ പാരാമെഡിക്കൽ കൗൺസിലിലേക്കോ ഒരു വിവരാവകാശ അപേക്ഷ, അതായത് RTA അയക്കുക. കൃത്യമായ ഡോക്യുമെന്റ്സ് മാത്രം വിശ്വസിക്കുക. പഠിക്കുന്നത് റെഗുലർ മോഡലിലാണെന്നും സർട്ടിഫിക്കറ്റിൽ ഡിസ്റ്റൻസ് എന്നുണ്ടാകില്ലെന്നും കോളേജ് ലെറ്റർ ഹെഡിൽ ഒപ്പും സീൽ സഹിതം എഴുതി വാങ്ങുക. ഇത് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട കോളേജുകളും അതുപോലെ തന്നെ ചില ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റികളും ചേർത്ത് നടത്തുന്ന ചതിക്കുഴിയാണ്. കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഇത്തരം വ്യാജ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾക്കെതിരായി അവയ്ക്ക് കുടപിടിക്കുന്ന കോളേജ് മാനേജ്മെന്റുകൾക്കെതിരായി സർക്കാർ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം. വിദ്യാഭ്യാസം ഒരു കച്ചവടമല്ല. പാവപ്പെട്ട കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ വിറ്റ് പണമുണ്ടാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം.